നമ്മൾ എന്തും ഉപേക്ഷിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനും സ്വീകരിക്കാനും ധാർമ്മികമായ അവകാശം. ദൈവത്തിലേക്ക് എടുക്കേണ്ട അനേകം പോയിന്റുകളിൽ ഒന്നാണ് അപേക്ഷിക്കരുത്, ഉപേക്ഷിക്കാതെ. എല്ലാവരും മനസ്സിലാക്കി വെച്ചു. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഇവിടെ രാമായണവും മഹാഭാരതവും ഉണ്ടാവില്ല, വേറെ ഒന്നും ഉണ്ടാവില്ല, ഇത്തരം കാര്യങ്ങളെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അപേക്ഷിക്കുന്ന ആൾക്ക്, അപ്ലിക്കേഷൻ കൊടുക്കുന്ന ആൾക്ക് വലിയൊരു ബാധ്യതയുമാണ്. അയാളെ ഉപേക്ഷിക്കാതെ അയാൾക്ക് അപേക്ഷിക്കാനുള്ള അർഹതയില്ല. ഒന്നാമത്തെ കാര്യം ദൈവത്തോട്. രണ്ടാമത്തത് ഞാൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന സ്വാർത്ഥം. അത് ആരെന്ത് പറഞ്ഞാലും, ഏത് പണ്ഡിതൻ എൻ്റെ മുന്നിൽ വന്നിരുന്നാലും അവരത് സമ്മതിക്കാറുണ്ട്. ലാസ്റ്റ് പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയും, നിങ്ങളുടെ ആവശ്യങ്ങൾക്കല്ല. ഒന്നാമത്തേത്, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ദൈവം കേൾക്കാത്തതിന്റെ കാരണം നിങ്ങൾ ഒന്നും ഉപേക്ഷിക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ എന്റെ ശരീരം, ഗുരു എന്ന് പറഞ്ഞാൽ ആരാണ്? ഗുരു എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനേഷൻ തന്നെ എപ്പോഴും ഞാൻ പറയാണ്, പുതിയ ആളുകളെന്നുള്ള പറയുന്നത്, വീണ്ടും പറയുന്നത്, വിരക്തി ഒന്നും തോന്നരുത്, അല്ലെങ്കിൽ വിരസത തോന്നരുത്. ജഡമാകുന്ന ശരീരത്തിന്റെ നിസ്സാരതയെ നല്ലപോലെ മനസ്സിലാക്കി അഹംഭാവം വിട്ടവനും ആത്മപ്രഭാവം പൂകിയവനുമാണ് യഥാർത്ഥ ഗുരു. ശരീരഭാവന നിസ്സാരമാക്കി തള്ളി, ശരീരഭാവന എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവം, അതിന്റെ ഇംഗ്ലീഷാണ് ഈഗോ. ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അവരുടെ ഉദ്യോഗം പറയും, അവരുടെ ജോലി പറയും, അവരുടെ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? ഞാൻ ഗുരുവാണെന്ന് പറയും. ഇതാണ് എൻ്റെ ഈഗോ. ഞാൻ ഗുരുവാണെന്ന വാക്ക് തന്നെ ഈഗോ ആണ്. ഭഗവാൻ ഒരിക്കലും ഞാൻ ശിവനാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ശിവനാവും, വേണമെങ്കിൽ ഞാൻ ശിവത്വമാകുന്നു എന്ന് പറയാം. കാരണം നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും എല്ലാ ചരാചരങ്ങളിലും ഒതുങ്ങി നിൽക്കുന്നതല്ല, എല്ലാ ചരാചരങ്ങളിലും സൂക്ഷ്മരൂപത്തിലും സ്ഥൂല രൂപത്തിലും എല്ലാ രൂപത്തിലും നിൽക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ശിവൻ. അപ്പൊ ഞാൻ ശിവനാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭഗവാൻ പറഞ്ഞാൽ പോലും അത് ഈഗോയാണ്. അതുകൊണ്ട് ഭഗവാൻ പറയാറില്ല ഞാൻ ശിവനാണ്. മനസ്സിലായോ? അപ്പൊ ശിവത്വം എന്ന് പറയുന്നത് നിങ്ങളിലും എന്നിലും സർവചരാചരങ്ങളിലും ഉണ്ടായിരിക്കെ ഞാൻ ശിവനാണെന്ന് പറയുന്ന ഞാനെന്ന ഭാവം ശിവനുണ്ടാവില്ല. അതിന്റെ കാരണം ഈഗോലെസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത്, നമ്മുടെ ശരീരഭാവന, എൻ്റെ ശരീരമാണ് ഞാനെന്ന തെറ്റായ ധാരണ ഉണ്ടാകുന്നത് തന്നെ ഈഗോ ആണ്.